Hi guys, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളിൽ മിക്കവരിലും കണ്ടുവരുന്നൊരു പ്രശ്നമാണ് നമ്മുടെ കണ്ണിനടിയിലുള്ള കറുപ്പ്. അപ്പോൾ ഇത് വരാനുള്ള കാരണം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ നമുക്കിത് വെറും 7 ദിവസം കൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീമായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസാണ്. അപ്പോൾ ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഒരു മിക്സി ബൗളിനകത്തിട്ടിട്ട് അടിച്ച് പേസ്റ്റാക്കി അതിൽ നിന്ന് അരിച്ചു മാറ്റിയിട്ടുള്ള ആ ജ്യൂസാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ബൗളിനകത്തേക്ക്. ഇനി നമ്മൾ ഈ ഒരു ജ്യൂസിന് അല്പം നേരത്തേക്ക് സമയം കൊടുക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജ്യൂസിൻ്റെ അടിയിൽ നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് ഒരു മാവ് പോലത്തെ ഒരു സംഭവം ഇതിനകത്ത് താഴെയായിട്ട് ഇങ്ങനെ അടിഞ്ഞ് കിടപ്പുണ്ടാവും. അതാണ് നമുക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഈ ഒരു ജ്യൂസ് മാറ്റിയിട്ട് ആ ഒരു സ്റ്റാർച്ച് പൊട്ടോട്ടോ സ്റ്റാർച്ച് മാത്രമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഒരു ഉരുളക്കിഴങ്ങിൽ നിന്ന് ഇത്രത്തോളം സ്റ്റാർച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള ക്രീമിന് വേണ്ടിയിട്ട് ഇത്രത്തോളം മതി കേട്ടോ. ബാക്കി വരുന്ന ഈ ഒരു ജ്യൂസ് ഉണ്ടല്ലോ, ഇത് കളയേണ്ട കാര്യമില്ല. നമുക്ക് ഹെയർ വാഷിനും അതുപോലെ തന്നെ ഫേസ് പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്തേക്ക് ഇങ്ങനെ ഒഴിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ജ്യൂസ് എടുക്കാം കേട്ടോ, കളയേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ഈ ഒരു പൊട്ടറ്റോ സ്റ്റാർച്ചിനെ ഒട്ടും തന്നെ നനവില്ലാത്തൊരു പ്ലേറ്റിനകത്തേക്ക് മാറ്റാം കേട്ടോ. ഒട്ടും തന്നെ വെള്ളം ഇല്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് അതിനകത്തേക്ക് മാറ്റിയ ശേഷം നമുക്കിവിടെ 1 ടീസ്പൂണോളം നമ്മളിവിടെ ആലോവേറ ജെല്ല് ചേർക്കുന്നുണ്ട്. കുഞ്ഞു സ്പൂണാണ് കേട്ടോ, വലിയ സ്പൂണൊന്നുമല്ല, കുഞ്ഞു സ്പൂണിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇവ രണ്ടും കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് വയ്ക്കാം. കട്ട കെട്ടാതെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊണ്ടുവരിക. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു ക്രീം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ തയ്യാറാക്കിയെടുത്തു. അതുപോലെ തന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന കാര്യങ്ങളും വളരെ ചെറിയ 2 കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ കാര്യങ്ങൾ ചെറുതാണെന്ന് വിചാരിച്ചിട്ട് റിസൾട്ട് ആരും ചെറുതായി കാണരുത്. അടിപൊളി ആയിട്ടുള്ള കിടു റിസൾട്ട് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നിങ്ങളിത് 7 ദിവസം തുടർച്ചയായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഒരു ക്രീം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിൽ വേണം സൂക്ഷിച്ച് വയ്ക്കാനായിട്ട്, പുറത്ത് വെച്ച ചീത്തയായി പോകും. 10 ദിവസം വരെ നമുക്കിത് സ്റ്റോർ ചെയ്യാം കേട്ടോ. ഇനി ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത്, രാത്രി കിടക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് മുഖം നന്നായിട്ട് അങ്ങ് കഴിയച്ച് വരിക. എന്നിട്ട് ഇതിൽ അല്പം എടുത്ത ശേഷം നമ്മുടെ കണ്ണിനടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അമർത്തി ആരും കണ്ണ് കുത്തിപ്പൊട്ടിക്കരുത്. പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് അങ്ങനെ വിടാം കേട്ടോ. അന്നേരം കളയേണ്ട കാര്യമില്ല. നമ്മളിത് പിറ്റേന്ന് വേണം ഇത് കഴുകാനായിട്ട്. അപ്പോൾ അന്നേരം കഴുകേണ്ട കാര്യമില്ല. ഇതുപോലെ മൈൽഡായിട്ടൊരു മസാജ് കൊടുക്കുക. 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് മാത്രം മസാജ് ചെയ്താൽ മതി. എന്നിട്ട് അതുപോലെ അങ്ങ് പോയിട്ട് അങ്ങ് കിടന്നുറങ്ങുക. ഓക്കെ. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ 7 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഗൈസ്, ഇന്ന് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്കിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.